വാട്സപ്പിൽ ഇപ്പോൾ താരമായി നിൽക്കുന്നത് മെറ്റ എ ആണ്. പലർക്കും ഇതിനോടകം തന്നെ ഈ എ ഒരു സുഹൃത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് എത്രമാത്രം വിശ്വസനീയത ഉള്ളതാണെന്നാണ് അടുത്ത ചോദ്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തമായി മാറി. ഒട്ടേറെ സവിശേഷതകൾ ഉള്ളപ്പോഴും മറഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും ഇതിനുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ സവിശേഷതയായ മെറ്റ ചാറ്റ്ബോട്ടിന് കേരളത്തിലടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. മാതൃകമ്പനിയായ മെറ്റയിലേക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർക്കാൻ എ ഉപയോഗിച്ചുള്ള വാട്സപ്പിൻ്റെ തന്ത്രമാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ ചതിച്ചാലും ചോദിക്കുന്നത് എന്തിനും ഉത്തരം നൽകുന്ന എ ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് പലരും. ഈ വിശ്വാസത്തിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളടക്കം പങ്കുവയ്ക്കുന്നു. ചാറ്റ്ബോട്ടുകൾക്ക് പുറമെ സ്വന്തം ചിത്രത്തിൻ്റെ ചുക്കും ചുളിവും മുഖത്തെ പാടുകളും മാറ്റി ഉഷാറാക്കുന്ന വെബ്സൈറ്റുകൾക്കും വലിയ ഡിമാൻഡാണ്. എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനാണോ ഈ എന്നാണ് അടുത്ത ചോദ്യം. വാട്സപ്പിൽ കാണുന്ന ഈ എയോട് എന്ത് ചോദിച്ചാലും അത് നമുക്ക് ആൻസറായിട്ട് തരും. അപ്പോൾ നമ്മളത് ആദ്യമായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആസ്ക് മെറ്റ എ ഓർ സെർച്ച് എന്ന മുകളിലായിട്ടും പിന്നെ താഴെ ഒരു റൗണ്ടിലായിട്ടാണ് നീല ലൈറ്റുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ താഴെ കാണുന്ന നീല ലൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ്ക് മെറ്റ AI എനിത്തിങ് എന്നാണ് കാണുന്നത്. ആസ്ക് മെറ്റ AI എനിത്തിങ്, അതായത് നമ്മൾ അവിടെ എന്ത് ടൈപ്പ് ചെയ്താലും നമുക്കത് ആൻസറായിട്ട് കിട്ടും. ആസ്ക് മെറ്റ AI ഓർ സെർച്ച് എന്നുള്ള ഓപ്ഷൻ്റെ താഴെ ഇതുപോലുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റ എയോട് നമ്മൾ എന്ത് ചോദിച്ചാലും മെറ്റ AI നമുക്ക് ആൻസറായിട്ട് തരും. ഇപ്പോൾ നമ്മൾ ഹൗ ടു കുക്ക് ചിക്കൻ ബിരിയാണി എന്ന് അടിച്ചു കൊടുത്താൽ ആ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പീസ് നമുക്ക് AI ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഹൗ ടു മേക്ക് എ ചിക്കൻ ബിരിയാണി എന്ന് അടിച്ചപ്പോഴത്തേക്കും ചിക്കൻ ബിരിയാണിയുടെ ആ ഇൻഗ്രീഡിയൻസും തന്നിട്ടുണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും AI ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇമേജ് തരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇമേജ് ഓഫ് എ തട്ടുകട എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടുകടയുടെ ഇമേജ് നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരുമോ ഇല്ലേന്ന് നോക്കാം. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഒരു അടിപൊളി തട്ടുകട ഇമേജ് AI തരുന്നതായിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തട്ടുകടയുടെ ഇമേജ് വേണമെന്ന് പറഞ്ഞു, തട്ടുകടയുടെ ഇമേജ് AI തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേറൊരു ഇമേജ് നോക്കാം. ഇമേജ് ഓഫ് എ ക്യൂട്ട് കിഡ് എന്ന് അടിച്ചു നോക്കാം. AI തരുമോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. ഇമേജ് ഓഫ് എ ക്യൂട്ട് കിഡ്. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു അടിപൊളി ക്യൂട്ട് കിഡിൻ്റെ ഇമേജ് നമുക്ക് AI തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ AIയോട് ചോദിക്കാം, AI നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മളത് വേണ്ട വിധം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ നോക്കുക.